ലേക്ക് പാലസിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് നമ്മളിപ്പോൾ കിച്ചൺ മാറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി. മുളങ്കുറ്റിക്കകത്താണ് സണ്ണിച്ചേട്ടൻ ഈ സാധനങ്ങൾ മുഴുവൻ നിറച്ചേക്കുന്നത്. കണ്ടോ, നമ്മുടെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മുഴുവൻ നിറച്ചേക്കുന്നത് മുളയുടെ കുറ്റിക്കകത്താണ്. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ പാചകവും മുളങ്കുറ്റിക്കടുത്ത് തന്നെ. ഇനി നമ്മുടെ ശരിക്കുള്ള പുലിയെ പരിചയപ്പെടുത്താം. ഇദ്ദേഹം സണ്ണിച്ചേട്ടൻ ലേക്ക് പാലസിലെ ഷെഫാണ്. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ലേക്ക് പാലസിലോ ആരണ്യ നിവാസിലോ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദിവാസി പാചകം പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹമാണ്. ശരിക്കും മുളങ്കുറ്റിയിൽ വെച്ച് ഇത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ളിലൊരു പ്രഷർ ഉണ്ടാവും അല്ലേ? തീർച്ചയായും. സാധാരണ ഈ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ, ദം ചെയ്തെടുക്കുന്നത് പോലെ തന്നെ. നല്ല തിക്നെസ് ഉള്ള ഒരു മുളങ്കുറ്റിയാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഇപ്പോൾ കഴുകി എടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഒരു ചട്ടിയിൽ ഈ മസാലകളെല്ലാം കൂടി, ഇവിടെ കുറേ മസാലയുണ്ട്, ഇതിനകത്ത് മുഴുവൻ മസാലയാണ്. അതൊക്കെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാം നാടൻ സാധനങ്ങൾ. തനി നാടനായിക്കോട്ടെ എന്ന് വെച്ചു. തനി നാടനെന്നല്ല, തനി കാടൻ. അപ്പോൾ തുടങ്ങാം. നമ്മളിപ്പോൾ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കാരണം ഈ മുളം കുഴലിൽ കയറുന്നത് ഏകദേശം 1 കിലോയെ കയറുള്ളൂ അല്ലേ? 1 കിലോ അടുത്തേ കയറുള്ളൂ. 1 കിലോയ്ക്ക് അടുത്തേ കയറുള്ളൂ. അതുകൊണ്ട് തന്നെ 1 കിലോ ബീഫ്, 1 കിലോ ബീഫിന് വേണ്ടിയിട്ട് 50 ഗ്രാം മുളക് അല്ലേ? 50 ഗ്രാം മുളക്. അപ്പോൾ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. നമ്മളിപ്പോൾ 1 കിലോ ബീഫിന് വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം മുളക്, 50 ഗ്രാം മല്ലി, പെരുംജീരകം 10 ഗ്രാം, സാധാ ജീരകം 10 ഗ്രാം. ഇനി ഒരു 5 ഗ്രാം പട്ട, 5 ഗ്രാം പട്ട, 5 ഗ്രാം ഏലക്ക, 5 കിലോ ഗ്രാമ്പു. ഓക്കെ. മുളകിൻ്റെ ഇനി പിന്നെ ഇതിനകത്ത് ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റണം അല്ലേ? ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റുന്നുണ്ട്. 1 കിലോ ആണെങ്കിൽ ഏകദേശം ഒരു 200 ഗ്രാം ഉള്ളി. അപ്പോൾ 1 കിലോ ബീഫിന് 200 ഗ്രാം ഉള്ളി, അതും ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റണം. ഇത് നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ മുളക്, മല്ലി, ഗരം മസാല, ഉള്ളി ഇവ ചേർത്ത്, ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ വറുത്തെടുത്തു. ഇനി ഇത് ഇടികല്ലുണ്ട് ഇവിടെ, അതിനകത്ത് ഇടിച്ചെടുക്കുന്നു അല്ലേ? ഇടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇത് മിക്സ് ആവണം. വേണ്ട, ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി. ഓക്കെ. ഇനി ഇത് ഇടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ പരുവം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ചതച്ച് ചേർക്കണം. മുളങ്കുറ്റിയിലാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബീഫ് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? ഇനി പ്രോസസ്സ് എന്താണ്? ഇനി നമ്മളിതിൽ വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കും. അടുപ്പിൽ വെച്ച്, ഇറച്ചിക്ക് വേവ് കൂടുതലായതുകൊണ്ട് അടുപ്പിൽ വെച്ച് ഒന്ന് തിളയ്ക്കും. തിളയ്ക്കുമ്പോഴത്തേക്ക് ഈ മസാല തിളച്ചിട്ട് ഈ മസാല ഇട്ടിട്ട്, പിന്നെ മസാല കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ മാറ്റിയിട്ട് മുളകുറ്റിയിൽ നിറച്ച് തീ കൂട്ടി മുളകുറ്റിയിൽ വയ്ക്കും. അത് ശരി. ഇത് ഒരു എപ്പിസോഡിൽ തീർക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് ആ കനലിൽ, നല്ല ചൂടാണ്, ഇതിന് അടുത്ത് വരാൻ തന്നെ പറ്റില്ല, അങ്ങനെയുള്ള കനലിലേക്ക് നമ്മൾ ആ ചട്ടി വെച്ച് കഴിഞ്ഞു. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ മസാല കൂടി അതിലേക്ക് ചേർക്കും. ഈ മസാലയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ മുളം കുഴലിലേക്ക് അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ ബീഫിൻ്റെ പകുതി വേവായെന്നാണ് സാർ പറയുന്നത്. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞു. അത് വറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മസാല ചേർക്കണം.
ഇതിൻ്റെ ഒരു ഉസ്താദാണ് സണ്ണി ചേട്ടൻ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ പരുവം കറക്റ്റായിരുന്നു. നമ്മൾ മസാല ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളം വറ്റും. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് നിറയ്ക്കാനുള്ള പരുവായി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റിക്കഴിഞ്ഞു. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇതിനകത്ത് ഗരം മസാലയും കൂടെ ചേർത്തിരുന്നു. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞ സമയത്ത് നല്ല മണമാണ് വരുന്നത്. അപ്പോൾ സണ്ണി ചേട്ടൻ പറഞ്ഞത് കറക്റ്റായിരുന്നു. ഇപ്പോൾ വെള്ളവും വറ്റിക്കഴിഞ്ഞു. ഇനി തക്കാളി ചേർക്കാം. ഇനി നാടൻ തക്കാളി നമ്മളതിനകത്ത് കുറച്ച് ഉടച്ചിങ്ങനെ. ഓക്കെ, നമ്മുടെ എപ്പിസോഡിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ മുളങ്കുറ്റിയിലേക്കാക്കി പ്രഷറിൽ എന്ന് വെച്ചാൽ ഈ ബിരിയാണി ദമ്മാക്കി എടുക്കുന്ന പോലെ ഇതിനകത്ത് വെച്ച്, പിന്നെ ബിരിയാണി ദമ്മാക്കുന്ന പോലെയല്ല, അത് ശരിക്കും പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുളങ്കുറ്റി ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഉള്ള ഇതിൻ്റെ ഒരു ഫ്ലേവറൂടെ ഇതിനകത്ത് കിട്ടും. അതാണ് അതിൻ്റെ ശരിക്കുള്ള രുചിയുടെ സീക്രട്ട് അല്ലേ? അതെ. ഓക്കെ, ഒരു കിലോ ബീഫും അതിൻ്റെ മസാലയും കൂടെ കൊള്ളാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് ഇന്ന് ഇടിച്ച് ഇതിനകത്തേക്ക്, ഇത് വാഴപ്പിണ്ടിയാണ്, ഇത് ഇടിച്ച് ഇതിനകത്തേക്ക് ഇത് എയർ പോവാതെ ആ പ്രഷറിൽ വേവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടി നന്നായിട്ട് ഇതിനകത്തേക്ക് ഇടിച്ച് കയറ്റും. ഓക്കെ, എന്നിട്ട് അത് തന്നെ പിടിയായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും. കറക്റ്റാണ്, ആയിട്ടുണ്ട്. അതെങ്ങനെ അറിയാം? ഇപ്പൊ മണം പോലും വരുന്നില്ല. അത് സമയത്തിന്റെ ആയിരിക്കും അല്ലേ? അത് ഇത് കരിയുന്ന അനുസരിച്ചാണ്? അല്ല, ഇതിന്റെ സമയത്തിന്റെ. ഒരു മണിക്കൂറാണ് അതിന്റെ കറക്റ്റ്. 1 മണിക്കൂറാണ് അതിന്റെ സമയം. അപ്പോൾ ഇപ്പോൾ റെസിപ്പിയൊക്കെ മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇത് പക്ഷേ എല്ലാ ദിവസവും വീട്ടിലുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല, ഇമ്പോസിബിളാണ്. കാരണം ഒരു ദിവസം ഇതിൻ്റെ പിന്നാലെ നിന്ന് കഴിഞ്ഞാൽ ഇത് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് ടൂർ പോകുന്ന സമയത്ത് ഒരു ദിവസം മുഴുവൻ ഫ്രീ ആണെങ്കിൽ എല്ലാവർക്കും ചേർന്ന് ഒരു കൂട്ടായ്മയായിട്ട് ഒരു സ്പിരിറ്റ് ഓഫ് ടീം വർക്ക് ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. പക്ഷേ ഒരു മുളങ്കുറ്റി മാത്രം കരുതിയിട്ട് കാര്യമല്ല. കാരണം ഒരു മുളങ്കുറ്റിക്കകത്ത് 1 കിലോയേ കയറുള്ളൂ അല്ലേ? അപ്പോൾ ഒരു 8-10 മുളങ്കുറ്റിയായിട്ട് ഇതിന് വേണ്ടിയിട്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മണമായി. ലേക്ക് പാലസിലെ മുഴുവൻ സ്റ്റാഫും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്, GM ഉൾപ്പെടെ. അപ്പോൾ ഇനി 1 കിലോയെ എടുത്തിട്ടുള്ളൂ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളൊരു 4-5 കിലോ എടുത്തേനെ അല്ലേ സണ്ണി ചേട്ടാ? ഓക്കെ, വളരെ റെയർ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ ചില മിനുക്ക് പണികളൂടെ ഉണ്ട്. സാധാരണ നമ്മളെ കറിവേപ്പില ചേർത്താണ് ഇത് വേവിക്കുന്നത്. പക്ഷേ വേറൊരു ടൈപ്പ് കറിവേപ്പില, എന്താണ്, കാട്ട് കറിവേപ്പില. അത് ഞെരടി ഇട്ടിട്ടാണ്, ഒന്ന് ഞെരടി ഇട്ട് ഇളക്കി നമുക്ക് പിന്നെ കഴിക്കാം. ഇനി ഇതിനകത്തൊന്നും ചേർക്കാനില്ലല്ലോ? ഒന്നും ചേർക്കാനില്ല. ബീഫാണെന്ന് പറയില്ല, അത്രയും സോഫ്റ്റായി. അത് ഈ പ്രഷറിൽ വേവുന്നുണ്ടാണ്. സ്റ്റീം നിറഞ്ഞിട്ട് വേവുന്നതല്ലേ. നല്ല എരിവുണ്ട്. പിന്നെ ഈ മസാലയുടെ ഒക്കെ, കൊത്തമല്ലിയുടെയും മസാലയുടെ ഒക്കെ രുചിയാണ് മുമ്പിലിരിക്കുന്നത്. അത് ആയുർവേദിക്കും കൂടെ അല്ലേ കൊത്തമല്ലിയൊക്കെ. ഓക്കെ, അന്യായ ടേസ്റ്റ്, അന്യായം. പിന്നെ ഇതിൻ്റെ എടുത്തു പറയത്തക്ക ഒരു ഫ്ലേവർ വരുന്നത് എനിക്ക് തോന്നുന്നു മുളങ്കുറ്റിയുടെയാണ്. സാധാരണ നമ്മൾ നാട്ടിലൊന്നും കഴിക്കാത്തൊരു ഫ്ലേവർ ഇതിനകത്തുണ്ട്. അത് ഈ മുളങ്കുറ്റിയുടെ ആയിരിക്കും. അതിൽ ആ പ്രഷറിൽ നിന്ന് വേവുന്നുണ്ടായിരിക്കും. അതിൻ്റെ നീരൂടെ ഇറങ്ങും. എന്തായാലും തനി കാടൻ.